ഫ്രണ്ട്സ്, നമ്മുടെ SSCയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ശബ്ദത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ ഓർഗനൈസേഷനിലേക്കുള്ള വേക്കൻസികളിലേക്കാണ് ഈ ഒരു എക്സാമിലൂടെ, ഈ ഒരു സെലക്ഷനിലൂടെ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഇനി +2 കഴിഞ്ഞവർക്കും ഇനി ഡിഗ്രിയോ ഡിപ്ലോമ അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പുതുതായിട്ട് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. ഇത് പഴയ വെബ്സൈറ്റാണ്, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ പുതിയ വെബ്സൈറ്റാണിത്. ഇതാണ് പുതിയ വെബ്സൈറ്റ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് പുതിയ വെബ്സൈറ്റ് സ്ക്രീനിൽ കാണുന്നത്. ഇത് പഴയ വെബ്സൈറ്റ്. അപ്പോൾ പഴയ വെബ്സൈറ്റ് ഇപ്പോൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, നിലനിർത്തുകയും അത് പതിയെ എന്താണ് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിലവിൽ നമുക്ക് പുതിയ വെബ്സൈറ്റ് ആണ് എന്ത് ചെയ്യുക, ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് പുതിയ വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലെ വീഡിയോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 26 ഫെബ്രുവരിയാണ്. 26 ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് മാർച്ച് 18 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ള ഓൺലൈൻ ഫീ അടയ്ക്കാൻ 19 വരെ നമുക്ക് ഫീ അടയ്ക്കാം. മാർച്ച് 19 വരെ ടൈമുണ്ട് ഫീ അടയ്ക്കാൻ, ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാം. ഇനി നമ്മൾ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോയാൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയം അവർ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ആ കറക്റ്റ് ചെയ്യുക വെറുതെ അല്ല. ഒന്നാമതായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപ എന്ത് ചെയ്യും, നമുക്ക് ഫൈനായിട്ട് നമ്മൾ കൊടുക്കണം. വീണ്ടും കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ 500 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വെറുതെ നിങ്ങൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരുത്തണ്ട. വീഡിയോ മുഴുവനായിട്ടും കാണുക, അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, തെറ്റുകൾ വരുത്തണ്ട. നിങ്ങൾക്ക് സമയനഷ്ടവും എന്താണ് ക്യാഷും പോകുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ എന്താണ് കാര്യങ്ങൾ കൊണ്ടാൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് തിരുത്താനുള്ള ഡേറ്റാണ് മാർച്ച് 22 മുതൽ മാർച്ച് 24. ഈ 3 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ. അതിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. 6-8 കേട്ടോ, ഈ പറയുന്ന മെയ് നിങ്ങൾക്ക് 6 മുതൽ 8 എന്ന് പറയുന്ന ആ ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഉടനെ തന്നെ എന്താണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിൽ വിശദമാക്കി തരാം. ഇനി നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീ അടയ്ക്കാൻ പറ്റും ഈസി ആയിട്ട്. അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, എക്സ്-സർവീസ്മാൻ, PWD കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും യാതൊരു ഫീസും കൊടുക്കണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻ്ററാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം, കാരണം അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ബേസിക്കായുള്ള കാര്യങ്ങൾ പറയുന്നത്. എക്സാമിനേഷൻ സെൻറ്റർ ഇപ്പോൾ നമുക്കിത് റീജിയൻ വൈസ് ആയിട്ടാണ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രൽ റീജിയൻ എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്, ഈസ്റ്റേൺ റീജിയൻ. അതിൽ വരുന്ന സ്ഥലങ്ങൾ സ്റ്റേറ്റ്സ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ KKR റീജിയനാണ്, നിങ്ങൾക്ക് അവിടെ കാണാം KKR, കേരള കർണാടക റീജിയൻ, ലക്ഷദ്വീപ് അതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. ഇവിടെയാണ് നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം സെൻറ്ററിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഇനി ഇവിടെ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് പറയാം, വിട്ടുപോകില്ല എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സിലബസ് കാര്യങ്ങൾ ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻ്റെതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ റീജിയൻ വൈസ് ആയിട്ട്. ഇപ്പോൾ NWR എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ്. അങ്ങനെ അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം റീജിയൻ കാണാം, പോസ്റ്റ് നമ്പർ കാണാം, പോസ്റ്റ് നെയിം കാണാം, ഡിപ്പാർട്ട്മെൻറ്റ് കാണാം, ഏജ് കാണാം, പേ സ്കെയിൽ കാണാം. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവലാണ്. പിന്നെ വേക്കൻസി SC/ST OBCക്കൊക്കെ വേക്കൻസി ഉണ്ട്, അതിനനുസരിച്ച് കാണും. അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് വന്നിരിക്കുന്ന വേക്കൻസിയാണ് കേട്ടോ. 2000 മുകളിലുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്, നിശ്ചിതമായിട്ടുള്ള വേക്കൻസിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് കാണാം, ലൈബ്രറി അറ്റൻഡൻറ്റ്, അങ്ങനെ തുടങ്ങി മെഡിക്കൽ അറ്റൻഡൻറ്റ്, നഴ്സിംഗ് ഓഫീസർ, ഫാർമസിസ്റ്റ്, ഫീൽഡ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കാണാം. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഓക്കെ, അല്ലെങ്കിൽ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ ലെവലാണ് കൊടുക്കുന്നത്. ഹയർ സെക്കൻഡറി, ദെൻ അതിൽ 10ാം ക്ലാസ്സുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, മെട്രിക്കുലേഷൻ 10th ആണ്. ദെൻ ഗ്രാജുവേഷൻ ആൻഡ് എബോ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ അതിൽ എബോ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഓരോ ക്വാളിഫിക്കേഷൻ കണ്ടെത്തുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതുപോലെ ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് ഇവിടെ ഓരോന്നിൻ്റെയും കാണാം. അപ്പോൾ ഞാനെല്ലാം ഇവിടെ പറയാൻ പോസിബിൾ അല്ല. ഇത് അത്യാവശ്യം ഒരുപാട് നമ്പർ, എത്ര PDF, 167 പേജുള്ള PDF ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ NWR എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ്. അപ്പോൾ അതിൻ്റെ വേക്കൻസി കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറി ആയിട്ടുള്ള ഏജ് ലിമിറ്റ് ഇവിടെ കാണാം. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് SC/ST OBC ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം. ഓക്കെ, PWD കാൻഡിഡേറ്റ്സിനും 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ്റെ ഡിവോഴ്സ്ഡായുള്ള വിഡോസായുള്ള വനിതകൾക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിങ്ങനെ നോക്കുക, നിങ്ങളിത് PDF ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നോക്കണം. കാരണം എല്ലാം പറയാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല കേട്ടോ. കാരണം ഒരുപാട് ഇതുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പോസ്റ്റ് നെയിം മാത്രം പറയുള്ളൂ. ഏജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ലബോറട്ടറി അറ്റൻഡൻറ്റ്, അതുപോലെ അസിസ്റ്റൻറ്റ് പ്ലാൻ പ്രൊട്ടക്ഷൻ എല്ലാം ഒന്നും പറയുന്നില്ല. ഓക്കെ, ഫോർമാൻ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂനിയർ എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിലേക്കൊക്കെ കണ്ടോ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഇതിൻ്റെ പേ ലെവലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ടോട്ടൽ വാക്കൻസികൾ ഇവിടെ കാണാൻ പറ്റും. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, UDC വിളിച്ചിട്ടുണ്ട്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്, ജൂനിയർ കമ്പ്യൂട്ടർ, സ്റ്റോക്ക്മാൻ, അതുപോലെ തന്നെ ഡ്രൈവർ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീനിയർ അങ്ങനെ ഓരോ പോസ്റ്റിലേക്ക്, ചില പോസ്റ്റിലേക്കൊക്കെ എക്സ്പീരിയൻസ് വേണ്ടി കേട്ടോ. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളുണ്ട്, എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകളുണ്ടാവും. അത് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ള പറയാം. ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ്, സൂപ്പർവൈസർ, എഞ്ചിനീയർ, അതുപോലെ എല്ലാത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നിൽക്കണം. ഗ്രാജുവേഷൻ എബോ, അതുപോലെ 10ാം ക്ലാസ്, മെട്രിക്കുലേഷൻ എന്നുള്ളതൊക്കെ 10th ആണ്, ജസ്റ്റ് 10th വെച്ചിലാണ്. സിവിൽ മോട്ടോർ ഡ്രൈവർ, ഓക്കെ, സബ് ഇൻസ്പെക്ടർ, ജസ്റ്റ് ഗ്രാജുവേഷൻ എബോ ആണ്. ദെൻ സീനിയർ ട്രാൻസ്ലേറ്റർ, ദെൻ റീഹാബിലിറ്റേഷൻ കൗൺസിലർ. ഓക്കെ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ, ജസ്റ്റ് ഗ്രാജുവേഷൻ എബോ ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഗ്രാജുവേഷൻ എന്നൊക്കെ നമുക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണോ അല്ലെങ്കിൽ ആർട്സ് ആണോ സയൻസ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ സൂപ്പർവൈസറി എഞ്ചിനീയർ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട്, സ്റ്റോർ കീപ്പർ, ഹയർ സെക്കൻഡറി മതി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഹയർ സെക്കൻഡറി. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ചോദിക്കരുത് എന്താണ് ഹയർ സെക്കൻഡറി ഒക്കെ കണ്ടുപോയിട്ട് അതിൽ വേറെ എക്സ്പീരിയൻസ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുക. ചില പോസ്റ്റിന് എക്സ്പീരിയൻസ് ഉണ്ടാവും, ചില പോസ്റ്റിന് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും പറയാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓക്കെ, ഇതൊക്കെ ഇത് നോർത്തേൺ റീജിയനാണ്. NR എന്ന് പറയുന്നത്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, കാർപ്പൻറ്റർ. സൗണ്ടിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ട്. സൗണ്ട് എത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, വോയിസ് കുറച്ച് കമ്മിയായിരിക്കും. കോർട്ട് ക്ലർക്ക് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, സീനിയർ ജിയോഗ്രാഫർ, ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഡ്രാഫ്റ്റ്മാൻ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഇങ്ങനെ എല്ലാ കാറ്റഗറിയും ഉണ്ടാവും. കാരണം നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ടും വ്യാപിച്ച് കിടക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ഉള്ള സെലക്ഷന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള 1, 2, 3 വാക്കൻസികളൊക്കെ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഫേസ് 12 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫേസ് 11 ആയിരുന്നു. അങ്ങനെ ഓരോ എക്സാമാണ് നടക്കുക ഒരു വർഷം. ഓക്കെ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, അങ്ങനെ ഓരോന്നും ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഡെപ്യൂട്ടി റേഞ്ചർ, ഇങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ KK റീജിയനിൽ തന്നെ അപ്ലൈ ചെയ്തോളം നിർബന്ധമില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് ആണ്, നമുക്ക് ട്രാൻസ്ഫറൊക്കെ കിട്ടാവുന്ന ജോലികളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണ് കൂടുതൽ വാക്കൻസി, നിങ്ങളുടെ വാക്കൻസി എവിടെയാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അക്കൗണ്ട് ക്ലർക്ക്, സ്റ്റാഫ് കാർ ഡ്രൈവർ. അപ്പോൾ ഈ ഡ്രൈവർ മുതൽ നിങ്ങൾക്ക് പല ഹെൽപ്പർ മുതൽ UDC LDC എല്ലാം വിളിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി മാൻ എല്ലാം വിളിച്ചിട്ടുണ്ട് ഓഫീസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് കമ്മീഷനിലേക്ക്. ഓക്കെ, ഹയർ സെക്കൻഡറി മതി അതിന്. ഓക്കെ, ദെൻ ലബോറട്ടറി അറ്റൻഡൻറ്റ്, ദെൻ അങ്ങനെ പറഞ്ഞിട്ട് ഉറുദു ട്രാൻസ്ലേറ്റർ, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ. ഫാർമസിസ്റ്റ്, സ്റ്റോർ കീപ്പർ, ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് വിവിധ ക്വാളിഫിക്കേഷൻ. ഇത് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം എത്ര പേജ് ഉണ്ട്, ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ ഏജ് നോക്കുക, നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുക, നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കിവിടെ കാണാം. ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിങ്ങിൽ വിളിച്ചിട്ടുണ്ട്. സ്റ്റാഫ് കാർ ഡ്രൈവർ, 10ാം ക്ലാസ് മതി. ഓക്കെ,
അപ്പോൾ ലൈസൻസൊക്കെ അതിൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവൽ മാത്രമേ അവിടെ പറയുന്നുള്ളൂ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എല്ലാം ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് കേക്കാറിൻ്റെ നോക്കാം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങളിവിടെ നോക്കുക, എല്ലാവിധ കാറ്റഗറി ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളിതിൽ നോക്കിയാൽ മതി കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ +2 കഴിഞ്ഞിട്ടോ ഡിപ്ലോമയോ ഇനി എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും അതിനുള്ള വേക്കൻസി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ കേക്കാറിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം. കേക്കാറിൽ നമുക്ക് സ്വതവേ കുറഞ്ഞ വേക്കൻസിയാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിനെ കാണിക്കാം. അപ്പോൾ കേക്കാറിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇതാ പിന്നെ സദേൺ റീജിയൻ്റെ വേറെ തന്നെ ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് അത് നോക്കാം കേട്ടോ. മുകളിൽ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ആ KKRൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. KKR കേരള കർണാടക റീജിയനിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ NCC നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗേൾ കാഡറ്റിനൊക്കെയാണ് വിളിച്ചത്, കാഡറ്റ് ഇൻസ്ട്രക്ടറിനെ വിളിച്ചിട്ടുണ്ട്, ഗ്രാജുവേഷൻ എബോവ് ആണ്. ദെൻ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ആണ്, അതിൽ ഗ്രാജുവേഷൻ എബോവ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രാജുവേഷൻ എബോവ് ആണ്. ദെൻ UD ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്, ഗ്രാജുവേഷൻ എബോവ് ആണ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഗ്രാജുവേഷൻ എബോവ് ആണ്. അങ്ങനെ തുടങ്ങിയിട്ട് അസിസ്റ്റൻറ്റ് സ്റ്റോർ ഗ്രാജുവേഷൻ, അതൊക്കെ ഗ്രാജുവേഷനാണ്. പിന്നെ അത് ഹയർ സെക്കൻഡറി വെച്ചുള്ളുണ്ട്. ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഡെപ്യൂട്ടി റേഞ്ചർ, റിസപ്ഷനിസ്റ്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ. ഫാം അസിസ്റ്റൻറ്റ്, സ്റ്റാഫ് കാർ ഡ്രൈവർ 10ാം ക്ലാസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ ലബോറട്ടറി അറ്റൻഡൻറ്റ് 10ാം ക്ലാസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ നോക്കുക. ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി 2049 വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾ എലിജിബിൾ എന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മുടെ പുതിയ SSCയിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, അത് ചെയ്ത് ലോഗിൻ ചെയ്താലേ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. എല്ലാ കാര്യങ്ങളും തപ്പി അന്വേഷിച്ച് നടക്കേണ്ട, എല്ലാം ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്, SC/ST OBC ഒക്കെ ആണെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം ഈ സെയിം നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് 10ാം ക്ലാസ്, ഹയർ സെക്കൻഡറി, ഗ്രാജുവേഷൻ എബോവ് ഈ 3 ലെവലുള്ള എക്സാമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് എക്സാമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 10ാം ക്ലാസ് വെച്ച് അപേക്ഷ നൽകിയവർക്ക് ആ ഒരൊറ്റ എക്സാം ഉണ്ടാവും. +2 വെച്ച് അപേക്ഷ നൽകിയ +2 ലെവൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഗ്രാജുവേഷൻ വെച്ച് അപ്ലൈ ചെയ്തവർക്ക് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് ഏരിയ എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇങ്ങനെ 50 ഏകദേശം 200 മാർക്കിനാണ് ഇതിൽ എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ 10ാം ക്ലാസ് ബേസിലുള്ള സിലബസാണിത്. ഓക്കെ, 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള എക്സാമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഭാഗം ഇതാണ്. നിങ്ങൾ നല്ലൊരു ബുക്ക് വാങ്ങുക, അത് നോക്കിയിട്ട് പഠിക്കുക. ഇനി അത് ഹയർ സെക്കൻഡറി ലെവലാണെങ്കിൽ അവർക്കുള്ള സിലബസാണിത്. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാജുവേഷൻ എബോവ് ലെവൽ വെച്ച് അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർ കവർ ചെയ്യേണ്ട സിലബസാണിത്. ഓക്കെ, ഈ സിലബസ് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് ഇത്. സെയിം മാതൃക ആയിരിക്കണം കേട്ടോ. ഓക്കെ, OBC ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. ഇതൊക്കെ സെയിം മാതൃക തന്നെ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ്, ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ EWS കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുതിയ SSCയുടെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തരാം, അപ്ലൈ ആവുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. ഈ പേജിൽ വന്ന് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിന് മുൻപ് ഇവരുടെ 2 നോട്ടീസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ന്യൂ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് ഫെബ്രുവരി 17 മുതൽ അത് ലൈവ് ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പം ഓൾറെഡി ലൈവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയ വെബ്സൈറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്, പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരും എല്ലാവരും എന്ത് ചെയ്യണം, പുതിയ, അതായത് ഇനി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിലും രജിസ്റ്റർ ചെയ്തവരാണെങ്കിലും എല്ലാവരും പുതിയ ഈ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ പുതിയ വെബ്സൈറ്റ് വഴിയേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ലോഗിൻ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വരിക. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിൽ OTR ചെയ്യണം, അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അടിയിൽ കാണാം ന്യൂ യൂസർ എന്ന് കാണാം, രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ പാസ്വേഡ് ക്രിയേഷൻ, പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസ്, പിന്നെ ഡിക്ലറേഷൻ, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക.
ഓക്കെ, കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ ഈ ഫോം അങ്ങ് ഫില്ല് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോം വേണമെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുക ആളുകൾ. അപ്പോൾ നിങ്ങൾ പറയും നമ്മളിത് പറയുക മാത്രമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അപ്പം അധിക വീഡിയോസിൽ നിങ്ങൾ 1-2 പേര് കമൻറ്റ് ചെയ്യും. അത് പിന്നെ നമ്മൾ ചെയ്യാൻ നിൽക്കില്ല. കാരണം കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുള്ളൂ. കാരണം വെറുതെ നമ്മൾ ഒരുപാട് സമയം, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നമ്മളത് മാത്രമല്ല, അത് ചെയ്യണം, വീഡിയോ നമ്മൾ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറേ പണികൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്, നമ്മൾ OTR എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെ നമുക്ക് കണ്ടെത്താം. അതായത് ജസ്റ്റ് +2 ലെവൽ 10ാം ക്ലാസ് ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം എന്നുള്ള വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ വീഡിയോ ചെയ്യും. ഓക്കെ, വല്ലാതെ ഡിലേ ആക്കുകയും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കൂടുതൽ ലൈക്കും കൂടുതൽ കമൻറ്റും നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ട് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വറിയിടേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പഴയ വെബ്സൈറ്റിൽ നിങ്ങൾ ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ട. ഇനി പഴയ വെബ്സൈറ്റിൽ മുൻപ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിലും അവരെന്ത് ചെയ്യണം, പുതിയ വെബ്സൈറ്റിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഇനി അങ്ങോട്ട് എല്ലാ അപേക്ഷയും ന്യൂ വെബ്സൈറ്റ് വഴി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും ഇതിൽ പറയുന്നുണ്ട് അവരുടെ നോട്ടീസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.